തെക്കുകിഴക്ക് ഏഷ്യയിലെ ബോർണിയോ ദ്വീപിലുള്ള ഒരു രാജ്യമാണ് ബ്രൂണൈ. സമ്പൂർണ്ണ രാജവാഴ്ചയുള്ള ബ്രൂണൈയിലെ ഇപ്പോഴത്തെ രാജാവ് ഹസനാൽ ബോൾക്കിയ ഇബ്നി ഒമർ അലി സെയ്ഫുദ്ദീൻ മൂന്നാമൻ രാജാവാണ്. നിലവിൽ ബ്രൂണൈയിലെ 29ാമത്തെ സുൽത്താനാണ് അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളുടെ പട്ടികയിൽ സുൽത്താൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 2008-ൽ ഫോർബ്സ് മാഗസിൻ സുൽത്താന്റെ ആകെ സമ്പത്ത് $20 ബില്യൺ ആയി കണക്കാക്കിയിരുന്നു. ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും കയറ്റുമതിയാണ് സുൽത്താനെ ഇത്രയും സമ്പന്നനാക്കിയത്. 19ാം നൂറ്റാണ്ടുകളിൽ ബ്രൂണൈ ക്ഷയിക്കപ്പെട്ട രാജ്യമായിരുന്നു. 1888-കളിൽ ബ്രൂണൈ ബ്രിട്ടീഷ് സംരക്ഷിത പ്രദേശമായിരുന്നു. 1984 ജനുവരി 1 സ്വതന്ത്ര രാജ്യമായി മാറിയ ശേഷം പിന്നീട് ബ്രൂണൈ സാമ്പത്തികമായി വളരുന്ന കാഴ്ചയാണ് കണ്ടത്. 2000-2008 കാലഘട്ടത്തിൽ GDP 56% വളർച്ച പ്രാപിച്ചത്. പെട്രോളിയം, പ്രകൃതിവാതകങ്ങളിൽ നിന്ന് സമ്പത്ത് വർദ്ധിപ്പിച്ച ബ്രൂണൈ സിംഗപ്പൂരിന് ശേഷം തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന 2ാമത്തെ മാനവ വികസന സൂചികയുള്ള രാജ്യമാണ്. ഇനി ഇപ്പോഴത്തെ ബ്രൂണൈ സുൽത്താന്റെ കുറിച്ച് ആഡംബരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് അദ്ദേഹത്തിന്റെ കൊട്ടാരം തന്നെയാണ്. ഇസ്താന നൂറുൽ ഇമാം എന്നു പേരുള്ള ഈ കൊട്ടാരത്തിൽ 1788 മുറികളുണ്ട്. അതിൽ 257 കുളിമുറികൾ, 5000 അതിഥികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിപുലമായ വിരുന്ന് ഹാൾ, 1500 ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു പള്ളി, 110 കാറുകളെ ഉൾക്കൊള്ളുന്ന ഒരു ഗാരേജ്, 5 നീന്തൽക്കുളങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പ്രകാരം ഒരു രാഷ്ട്രത്തലവന്റെ ലോകത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ഹൗസ് ആണിത്. കൊട്ടാരം പണിയാൻ ഏകദേശം 2 വർഷമെടുത്തു. നിലവിലെ കൊട്ടാരത്തിന്റെ ഏകദേശ മൂല്യം 25,050 കോടിയിലേറെ രൂപയാണ്. രാജകുടുംബത്തിലെ പ്രധാന കായിക വിനോദമാണ് പോളോ. കുതിര ഉപയോഗിച്ചാണ് പോളോ കളിക്കുന്നത്. സ്കൂൾ കാലം മുതൽക്കേ പോളോ ആസ്വദിച്ചിരുന്ന സുൽത്താന് ഇപ്പോൾ 200 കുതിരകളുണ്ട്. ഒപ്പം കളിക്കാൻ അർജന്റീനക്കാരെ ഇറക്കുമതിയും ചെയ്യുന്നു. മേൽപ്പറഞ്ഞ കുതിരകളെ ഒരു വലിയ എയർ കണ്ടീഷൻഡ് റൂമിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. തന്റെ 50ാം പിറന്നാളിന് പിറന്നാൾ സമ്മാനമായി അദ്ദേഹം ഒരു വലിയ സ്റ്റേഡിയം നിർമ്മിക്കുകയും മൈക്കൽ ജാക്സന് $17 മില്യൺ സമ്മാനമായി നൽകുകയും ചെയ്തിരുന്നു. സുൽത്താന് സ്വന്തമായി ഒരു ബോയിങ് 747 വിമാനമുണ്ട്. അതിന്റെ വില ഏകദേശം $400 ബില്യൺ ആണ്. അതായത് ഏകദേശം 3000 കോടിയിലേറെ രൂപ. രസകരമായ വേറൊരു കാര്യം, മറ്റൊരു $120 മില്യൺ ചിലവിട്ട് പല ആക്സസറികളും അദ്ദേഹം ഇതിൽ കൂട്ടിച്ചേർത്തു. അതിൽ സ്വർണ്ണ വാഷ് ബേസിൻ, സ്വർണം പതിഞ്ഞ ജനലുകൾ, മേശകൾ, തുകൽ സീറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന് 7000-ഓളം കാറുകളുടെ ഒരു ശേഖരമുണ്ട്. അവയിൽ 365 ഫെരാരികൾ, 275 ലംബോർഗിനികൾ, 258 ആസ്റ്റൺ മാർട്ടിൻസ്, 172 ബുഗാട്ടികൾ, 230 പോർഷകൾ, 350 ബെൻലികൾ, 600 റോൾസ് റോയ്സ്, 440 മെഴ്സിഡസ് ബെൻസുകൾ, 265 ഓഡികൾ, 237 BMW, 225 ജഗ്വാർ, 182 ലാൻഡ് ലോവർ എന്നിവയും ഉൾപ്പെടുന്നു. 1990-നും 2000-നും ഇടയിൽ വിറ്റഴിച്ച എല്ലാ ഫെരാരികളുടെയും പകുതിയിലേറെ അദ്ദേഹം സ്വന്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ. ഇവയെ കൂടാതെ അദ്ദേഹത്തിന് സ്വന്തമായി സ്വകാര്യ മൃഗശാലയുമുണ്ട്. ഇതിൽ 30-ൽ പരം ബംഗാൾ കടുവകളും അനവധി ഫാൽക്കണുകളും അസംഖ്യം അരയന്നങ്ങളും ഉൾപ്പെടുന്നു. എന്നിരുന്നാലും കൊട്ടാരം ഇതുവരെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കപ്പെട്ടിട്ടില്ല. ഈദുൽ ഫിത്തർ വേളയിൽ 1 ലക്ഷത്തിലധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉത്സവം നടത്തപ്പെടുന്നു. സുൽത്താന്റെ പ്രണയവും വിവാഹങ്ങളും വിവാദ വിഷയങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹം സ്വന്തം കസിനായ പെൻഗിരൻ അനക് സലേഹയുമായി ആയിരുന്നു. 2ാം വിവാഹം ദേശീയ വിമാന കമ്പനിയായ റോയൽ ബ്രൂണൈ എയർലൈൻസിന്റെ മുൻ ഫ്ലൈറ്റ് അറ്റൻഡർ മറിയം അബ്ദുൾ അസീസുമായി നടന്നു. 2003-ൽ അവരെ വിവാഹമോചനം നടത്തുകയും എല്ലാ രാജകീയ പദവികളും എടുത്തു കളയുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2005-ൽ മലേഷ്യൻ TV അവതാരകയും തന്നെക്കാൾ 33 വയസ്സിന് ഇളയതുമായ അസ്രിനാസ് മസർ ഹക്കീമിനെ അദ്ദേഹം വിവാഹം കഴിച്ചു. എന്നാൽ 2010-ൽ അവരെയും വിവാഹമോചനം നടത്തി. സുൽത്താന് 3 ഭാര്യമാരിലുമായി 5 ആൺമക്കളും 7 പെൺമക്കളുമാണുള്ളത്. ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ അൽ മുഹ്തദി ബില്ല രാജകുമാരനാണ് അടുത്ത കിരീടാവകാശി. ഏകദേശം $10 മില്യൺ, അതായത് ഏകദേശം 81 കോടി രൂപയിലധികമാണ് ഓരോ മാസവും അദ്ദേഹം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെലവാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ആഡംബര ജീവിതം നയിക്കുന്നതും. ഒരു പ്രാവശ്യം മുടി വെട്ടുന്നതിന് 16 ലക്ഷത്തിലധികം രൂപ ചെലവാക്കുന്നതും, സ്വർണം കൊണ്ടുള്ള കുളിമുറി പണിയുന്നതും, കാർ മുഴുവൻ സ്വർണ്ണ പെയിന്റ് അടിക്കുന്നതും ഒക്കെ. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം 4.45 ലക്ഷം ജനസംഖ്യയുള്ള തന്റെ പ്രജകളെ ഒരു കുറവും വരുത്താതെയാണ് നോക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രൂണൈ. കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വളരെ കുറവാണെന്ന് മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ സത്യസന്ധരും വിശ്വാസയോഗ്യരും സന്തുഷ്ടരുമാണ്.